നോമ്പ് പിടിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫല പറയുമോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ആദ്യം നോമ്പ് തന്നെ പിടിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. അല്ല ഇക്ക ഈ സൈസ് എടുക്കാത്താണല്ലോ എന്റെ ഉള്ളിലെ നിർവൃതി ആളുകൾ അറിയുന്നില്ലല്ലോ. ആദ്യം വിചാരിച്ച് 5:26 കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതായിരിക്കും. അവന് ബോധോദയം ഉണ്ടായി കാണും. ഞാനും കാണുന്നുണ്ട്. ആ ടൈം തൊട്ട് 6:30 വരെ കഴിക്കാം. അതൊന്നും സുഖമായി പോയല്ല, അങ്ങനൊന്നും കഴിക്കാൻ പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയാവും. ദൈവത്തിന് വേണ്ടിയിട്ട് റമദാൻ മാസത്തില് നാളത്തെ നോമ്പില് ഞാൻ പിടിച്ചു വിടും. ഇത് കിട്ടണം. നേരിട്ട് കാര്യം പറയാ, അനുഗ്രഹം വായിക്കും. അതല്ല ഇപ്പൊ ഒരുപാട് വാരി വലിച്ച് കഴിക്കുന്നില്ല, എന്നെ പറ്റത്തില്ല കേട്ടോ. രാവിലെ എങ്ങനെ കഴിക്കാൻ പറ്റും? പിന്നെ 2 പൊറോട്ടയും 3 ഇറച്ചിയും കഴിച്ചു ആരും തല്ലുക്കലാന്ന് പോണില്ല. ഇന്നത്തെ ദിവസം നമുക്ക് ഒന്നും ഫുഡ് എന്ന് പറയുന്ന സാധനം കഴിക്കാൻ പറ്റില്ല. ഫുഡല്ല, വെള്ളം പോലും. വെള്ളം എങ്ങനെ തിന്നെ? ഓ, ഈ സമയത്ത് വെള്ളം കുടിക്കുന്ന ഗ്യാസാ. ഇറങ്ങുന്നില്ല, മതി എനിക്ക്. എനിക്ക് ഇറങ്ങുന്നില്ല, മതി. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ബാങ്കുവിളി കിട്ടും. ഞാൻ അറബ് ഒഴിച്ചിട്ടുണ്ട്. ഓ നല്ല ഈ മാനുള്ള കൂട്ടത്തില്ല, അതോ എന്റെ താടി ഉണ്ടല്ലോ അറിയാം. 2:26 കാലി കുരുവോ എന്താണ് അവിടെ നിന്നവരെ യശന്ന് കണ്ണ് കാണാൻ വയ്യ. ഞാനിപ്പോ റീൽസ് 2-3 ഞോണ്ടിയപ്പോ എനിക്ക് മൊത്തം ഫുഡിന്റെ വരുന്നുള്ളൂ. കുറെ പരിപ്പോട് ഉണ്ടാക്കുന്നതും ബിരിയാണി കഴിക്കുന്നതും ഫുഡ് ബ്ലോഗുകളും. അപ്പൊ നമ്മളൊന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. ചിക്കൻ ബിരിയാണി ഒരു 10-20 കിലോ 22 കിലോ ചിക്കൻ എടുത്ത് ഇറക്കി തിരിക്കും മനുഷ്യന്മാരുടെ മനസ്സമാനങ്ങളായിട്ട്. ഇപ്പൊ ആദ്യം നോമ്പാ നമ്മൾ പിടിക്കുന്നത്. ഇത് എല്ലാവർക്കും ഒരു പ്രശ്നമായിരിക്കും. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. നമ്മളെല്ലാം വാങ്ങും കേട്ടോ. നല്ല മൊരാന്നിരിക്കും. ആരുടെ ഇരിക്കാൻ പറ്റുന്നില്ല, കൈ സമൂസയുടെ ഒക്കെ മണം. കൺട്രോൾ കൺട്രോൾ. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ബാങ്ക് വിളി കേട്ടാൽ ഉടൻ തന്നെ അറ്റാക്ക് തുടങ്ങിക്കൊള്ളണം. അപ്പൊ നമ്മളെ ഈ വട്ടത്തെ നോമ്പ്, ആദ്യത്തെ നോമ്പ് പിടിച്ചു കഴിഞ്ഞു. ഈ ദുനിയാവില് ചേട്ടൂന് എപ്പോഴും ഉണ്ടാവും. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.